നമ്മുടെ സൂര്യണ്ണന്റെ കറുപ്പ് എന്ന സിനിമയുടെ കഴിഞ്ഞ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് യൂസ് ചാനൽ കറുപ്പ്. നമ്മുടെ സൂര്യണ്ണന്റെ വമ്പൻ കംബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് കറുപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ഫ്ലോപ്പ് സിനിമ മാത്രമല്ലാതെ ഒരു സിനിമ പോലും കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. ഒരു ബ്ലോക്ക് ബസ്റ്ററോ സൂപ്പർ ഹിറ്റോ എന്ന ഒരു ലേബൽ ഒന്നും. പക്ഷേ ഓൾമോസ്റ്റ് വലിയൊരു കംബാക്ക് ആണ് നമ്മുടെ കറുപ്പ് സിനിമ കാണിച്ചിരിക്കുന്നത്. ടോപ്പ് 10 ലിസ്റ്റിൽ നിന്ന് ടോപ്പ് 9 ലിസ്റ്റിലോട്ട് പോവുകയാണ് നിലവില്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഹയസ്റ്റ് ഗ്രോസിംഗ്. എന്തായാലും പടത്തിന്റെ കേരളത്തിലെ ബോക്സ് ഓഫീസ് തന്നെ ആരംഭിക്കാം. കഴിഞ്ഞ 18 ദിവസം കൊണ്ട് കേരളത്തിലെ സിനിമയ്ക്ക് 14,09,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രം കേരളത്തിലെ സിനിമയ്ക്ക് 6,11,00,000. തിയേറ്ററിൽ റൈറ്റ്സ് ഓൾമോസ്റ്റ് സിനിമ മേടിച്ചത് 3,50,00,000 നിലവിലെ 174% സിനിമയ്ക്ക് റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സിനിമയുടെ ലാഭം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ലാഭം പരിശോധിക്കുകയാണെങ്കിൽ 2,61,00,000 അപ്രോക്സിമേറ്റ് ആയിട്ട്. സിനിമയുടെ കളക്ഷൻ കണ്ടിട്ട് സിനിമ എന്തായാലും 17 ദിവസം കൊണ്ടാണ് 14 കോടി കംപ്ലീറ്റ് ആയത്. എന്തായാലും സിനിമയുടെ ഫൈനൽ കളക്ഷൻ അപ്രോക്സിമേറ്റ് ആയിട്ട് 15 കോടിയിലോട്ട് വരാനാണ് ഹൈ ചാൻസ് കാണുന്നത്. നമ്മുടെ സൂര്യണ്ണനെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമയായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. ഇനി സിനിമയുടെ തെലുങ്ക് ബോക്സ് ഓഫീസ് ആണ്. തെലുങ്കിലും സിനിമയ്ക്ക് നല്ലൊരു വരവേൽപ്പാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് ഗ്രോസ് മാത്രം ഈ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് 35,61,00,000 കളക്ഷൻ കാണാൻ സാധിച്ചത്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രം സിനിമയ്ക്ക് തെലുങ്കില് 17,11,00,000 അപ്രോക്സിമേറ്റ് ആയിട്ട്. സിനിമയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സ് 7 കോടിക്കാണ് മേടിച്ചത്. റിക്കവറി മാത്രം സിനിമയ്ക്ക് തെലുങ്കില് 244 കോടിനടുത്താണ്. ഇതിൽ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 10,11,00,000. വൻ ലാഭം തന്നെയാണ് കറുപ്പ് സിനിമയുടെ തെലുങ്ക് ഡിസ്ട്രിബ്യൂട്ടറിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ആണെങ്കിൽ പോലും സിനിമയ്ക്ക് 68 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് ഞായറാഴ്ചത്തിന്റെ 27% കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഗ്രോസ് ആയിട്ട്. എന്തായാലും 18 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 35 കോടി കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തമിഴ്നാട് ബോക്സ് ഓഫീസ് തന്നെയാണ്. തമിഴ്നാട് സിനിമയ്ക്ക് വലിയൊരു നമ്പേഴ്സിലോട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് തമിഴ്നാട് ഈ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് 155,80,00,000 ഗ്രോസ് കളക്ഷൻ. സിനിമയ്ക്ക് ഈ തിങ്കളാഴ്ച ആണെങ്കിൽ പോലും 2,20,00,000 തമിഴ്നാട് ഗ്രോസ് കാണാൻ സാധിച്ചത്. സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രം ഈ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് 73,25,00,000. സിനിമയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സ് മേടിച്ച സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടർ ഓൾമോസ്റ്റ് 40 കോടിക്കാണ്. റിക്കവറി ഈ ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 183% കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമ 175 കോടിയാണ് ഫൈനലായിട്ട് എയിം ചെയ്യുന്നത് സിനിമയുടെ തമിഴ്നാട് ഫൈനൽ ഗ്രോസ് കളക്ഷൻ. എന്തായാലും കാത്തിരിക്കാം നമുക്ക് ആ ഒരു നമ്പേഴ്സിനായിട്ട്. ഇനി സിനിമയുടെ മറ്റ് ഭാഗത്തെ കളക്ഷൻ തന്നെയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. അതിൽ കർണാടക പരിശോധിക്കുകയാണെങ്കിൽ 23,61,00,000. പിന്നെ സിനിമയുടെ മറ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 3,17,00,000. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് മാത്രം സിനിമ ഇന്ത്യ എന്ന് 232,37,00,000. ഇനി വിദേശത്തെ കളക്ഷൻ തന്നെയാണ്. ഇത് വിദേശത്തെ സിനിമയ്ക്ക് 77,24,00,000. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഈ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 309,61,00,000 കാണാൻ സാധിക്കും. സിനിമയുടെ ടോട്ടൽ തിയേറ്ററിക്കൽ റൈറ്റ്സ് ഓൾമോസ്റ്റ് 70 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ വേൾഡ് വൈഡ് ഷെയർ മാത്രം ഈ കഴിഞ്ഞ 18 ദിവസം കൊണ്ട് 145 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടൽ റിക്കവറി പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് 207% കാണുന്നുണ്ട്. ഇനി വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ പ്രോഫിറ്റ് 75 കോടി കാണുന്നുണ്ട്. ഇനി സിനിമയുടെ തമിഴ് തെലുങ്ക് പകർപ്പിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ തമിഴിൽ തന്നെയാണ്. ഓൾമോസ്റ്റ് 195 കോടി 19 ലക്ഷമാണ് സിനിമയുടെ തമിഴ് പകർപ്പ് മാത്രം നേടിയെടുത്ത ഡൊമസ്റ്റിക് കളക്ഷൻ ആയിട്ട്. തെലുങ്ക് ഓൾമോസ്റ്റ് 37 കോടി 18 ലക്ഷമാണ്. എന്തായാലും പടം ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററിലോട്ട് പോവുകയാണ്. ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ആയ സൂര്യനൻ സിനിമ തന്നെയാണ്. തമിഴ്നാട്ടിലെ തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് നേരെ 9ാം സ്ഥാനത്തിലോട്ട് പോവുകയാണ്. 9ാം സ്ഥാനം നമ്മുടെ ശിവകാർത്തികേയൻ നായകനായ അമരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. 335 കോടി 15 ലക്ഷമാണ് സിനിമയുടെ 9ാം സ്ഥാനത്തിലെ ഹയസ്റ്റ് കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസ്. നമ്മുടെ സൂര്യണ്ണന്റെ കറുപ്പ് എന്ന സിനിമയ്ക്ക് ഒരു 25 കോടി 55 ലക്ഷം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അമരൻ സിനിമയുടെ കളക്ഷൻ മറികടന്നിട്ട് ടോപ്പ് 9 ലിസ്റ്റിലോട്ട് വരാൻ ചാൻസ് കാണുന്നുണ്ട് നമ്മുടെ സൂര്യണ്ണന്റെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് നമ്മുടെ സൂര്യണ്ണന്റെ കറുപ്പ് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിന് പക്ഷേ ആദ്യം കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്.